സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പദയേ നമഃ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. പ്രിയ സജ്ജനങ്ങൾക്ക് സാദര നമസ്കാരം. ഇന്നത്തെ പാരായണ ഭാഗം അയോധ്യാഖണ്ഡത്തിൽ 437 വരി മുതൽ 1058 വരി കൂടിയതാണ്. അഭിഷേക വിഘ്നം എന്ന ശീർഷകത്തോടെ ആരംഭിക്കുന്നു. കൗസല്യ തൻ്റെ മകൻ്റെ അഭിഷേകം വിഘ്നം വരാതെ നടക്കാനായി ദേവിയെ ഭക്തിയോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ പാരായണം അവസാനിപ്പിച്ചത്. രാമൻ്റെ പട്ടാഭിഷേകത്തിനായി രാജ്യം മുഴുവനും മനോഹരമായി അലങ്കരിക്കപ്പെടുന്നത് കണ്ട് കൈകേയിയുടെ ദാസിയും കൂനിയുമായ മന്ധര എങ്ങനെയോ അഭിഷേക കാര്യം മനസ്സിലാക്കി. ഉടനെ തന്നെ കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് ഓടിച്ചെന്നു. അപ്പോൾ അവിടെ കട്ടിലിൽ കിടക്കുന്ന കൈകേയിയെ കണ്ടപ്പോൾ ശകാരിച്ചുകൊണ്ട് പറയുന്നു, ഭാഗ്യം കെട്ട മൂഢേ, നീ സുഖമായി കിടന്നുറങ്ങിക്കോ, നിനക്ക് വലിയ ആപത്ത് വരാൻ പോകുന്നു. രാജാവ് നാളെ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യും. ഇത് കേട്ട കൈകേയി സന്തോഷത്തോടു കൂടി അവൾക്ക് സമ്മാനങ്ങൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഹേ അസത്തെ, നിനക്ക് ഭ്രാന്താണോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാമകുമാരൻ്റെ പട്ടാഭിഷേകം എനിക്കെങ്ങനെ ഭയത്തിനിടയാകും? മന്ധര വല്ലാത്ത ദുഃഖത്തോടെ കൈകേയിയോട് പറഞ്ഞു, നിനക്ക് ഒന്നും അറിയില്ല. വല്ലാത്ത ഭയമാണ് നിന്നെ തേടി വന്നിരിക്കുന്നത്. രാമൻ്റെ പട്ടാഭിഷേകം നടന്നാൽ രാജമാതാവായി കൗസല്യ വിലസും. രാജഭോഗം ലക്ഷ്മണനും അനുഭവിക്കാൻ കഴിയുമെന്നതിനാൽ സുമിത്രയ്ക്കും ഗുണം തന്നെയാണ്. ഭരതൻ രാമൻ്റെ ഭൃത്യനായി കഴിയേണ്ടി വരും. നീ കൗസല്യയുടെ ദാസിയായി ജീവിതകാലം മുഴുവനും കഴിയേണ്ടി വരും. നിന്നെ രാജാവ് വഞ്ചിക്കുകയായിരുന്നു. നിന്റെ മകനെയും ശത്രുഘ്നെയും അമ്മാവൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അതുകൊണ്ട് നീ ഭരതനെ രാജാവാക്കാനും രാമനെ 14 വർഷം വനവാസത്തിനയക്കാനും ഉടനെ പരിശ്രമിക്കണം. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനൊരു വഴിയും ഞാൻ പറഞ്ഞു തരാം. പണ്ട് ദേവാസുര യുദ്ധത്തിൽ ദേവേന്ദ്രനെ സഹായിക്കാനായി നിന്നെയും കൂട്ടി രാജാവ് പോയപ്പോൾ യുദ്ധവേളയിൽ ധൈര്യത്തോടെ രാജാവിൻ്റെ ജീവനെ നീ രക്ഷിച്ചു. അപ്പോൾ സന്തുഷ്ടനായി നിനക്ക് 2 വരങ്ങൾ തന്നിരുന്നു. അത് പിന്നീട് ആവശ്യപ്പെട്ടു കൊള്ളാം എന്ന് നീ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ വരങ്ങളിൽ ഒന്ന് ഭരതനെ രാജാവാക്കാനും മറ്റേത് രാമനെ 14 വർഷം വനത്തിലയക്കാനുമായി ഉടനെ നീ ആവശ്യപ്പെടുക. എന്തിനാണ് ഈ 14 വർഷമെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ അപ്പോഴേക്കും എല്ലാം ഒന്ന് ശരിയായി വരും. രാമൻ്റെ പേരും പറഞ്ഞ് ആരും ഭരതനെ സമീപിക്കുകയുമില്ല. മറ്റൊരു വശം പറഞ്ഞാൽ 14 വർഷത്തെ നീണ്ട തപസ് അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ രാവണ കുംഭകർണ വധവും അതുപോലെ മേഘനാഥ വധവും മുതലായ കാര്യങ്ങൾ സാധ്യമാവും. മന്ധര തുടർന്നു, അതുകൊണ്ട് നീ വേഗം രാജകുടുംബത്തിൽ ആർക്കെങ്കിലും കോപം വന്നാൽ ശമിക്കുന്നത് വരെ താമസിക്കാനുള്ള ഇടമായ ക്രോധാകാരത്തിലേക്ക് പ്രവേശിക്കൂ. ആഭരണങ്ങളൊക്കെ ഉപേക്ഷിച്ച് മലിന വസ്ത്രധാരിയായി കണ്ണുനീർ വാർത്ത് നിലത്ത് തന്നെ കിടക്കൂ. രാജാവ് വരങ്ങൾ തരുമെന്നുറപ്പാവുന്നതുവരെ അവിടെ തന്നെ കിടക്കണം. മന്ധര പറഞ്ഞതൊക്കെയും സത്യമാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കൈകേയി അവളെ പ്രശംസിച്ചു. ഭരതൻ രാജാവായാൽ എൻ്റെ പ്രാണനേക്കാൾ പ്രിയയായ നിനക്ക് 100 ഗ്രാമങ്ങൾ സമ്മാനമായി തരും. രാമൻ വനത്തിന് പോകാതെ ഞാൻ ഇനി ഇളകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈകേയി ക്രോധാകാരത്തിൽ പ്രവേശിച്ചു. ഒരുവൻ എത്ര സദ്ഗുണ സമ്പന്നനും സദാചാരനിഷ്ഠനും മഹാജ്ഞാനിയും ധീരനും നീതിമാനും ഒക്കെയാണെങ്കിലും അവന് ദുർജന സംസർഗം ഉണ്ടാവുകയാണെങ്കിൽ
അവരുടെ ദുർഗുണങ്ങൾ അവനിലേക്ക് പകരുവാൻ അധികം സമയം വേണ്ട. കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. സ്വർണത്തിൽ അഴുക്ക് പുരണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് തിളങ്ങുന്നതെങ്ങനെ? ഈ കഥ നമ്മൾക്ക് തരുന്ന ഗുണപാഠം ദുർജനങ്ങളോടുള്ള സംസർഗം സർവാത്മന ഒഴിവാക്കേണ്ടതാണെന്നാണ്. മഹാരാജാവ് രാമാഭിഷേകത്തിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ ഗുരുവിനെയും മന്ത്രിമാരെയും ഏൽപ്പിച്ച ശേഷം കൈകേയിയുടെ അന്തഃപുരത്തിലേക്ക് പോയി. എന്നും തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രാണപ്രിയെ അവിടെ കാണാഞ്ഞതിനാൽ ദാസിമാരോട് കാരണം അന്വേഷിച്ചു. അവർ പറഞ്ഞു, പ്രഭോ, മഹാറാണി ക്രോധാകാരം പ്രവേശിച്ചിരിക്കുന്നു. പരിഭ്രമത്തോടെ രാജാവ് അവിടേക്ക് പാഞ്ഞു. മലിന വസ്ത്രമണിഞ്ഞ് നിലത്ത് കോപത്തോടെ കിടക്കുന്ന കൈകേയിയെ ആശ്വസിപ്പിക്കാൻ രാജാവ് വല്ലാതെ ശ്രമിച്ചു നോക്കി, സാധിച്ചില്ല. അവസാനം, നീ എന്താവശ്യപ്പെടുന്നുവോ അത് ഞാൻ സാധിച്ചു തരാമെന്ന് തൻ്റെ മകനായ രാമൻ്റെ നാമത്തിൽ അദ്ദേഹം പ്രതിജ്ഞ ചെയ്തപ്പോൾ മന്ധര പറഞ്ഞതുപോലെ വരങ്ങളൊക്കെയും ആവശ്യപ്പെട്ടു. ആ വരങ്ങൾ തന്നില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നും കൈകേയി ഭീഷണി മുഴക്കി. ഇടിവെട്ടേറ്റവനെ പോലെ സത്യപരാക്രമനായ രാജാവ് മോഹാലസ്യപ്പെട്ട് നിലംപതിച്ചു. ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം കൈകേയിയോട് യാചിച്ചു, പ്രിയേ, നിന്റെ മകനെ രാജാവായി വാഴിക്കാം. യാതൊരു കുറ്റവും ചെയ്യാത്ത രാമനെ എന്തിനു വനത്തിനയക്കുന്നു? കൈകേയി വഴങ്ങിയില്ല. സത്യത്തെ ലംഘിച്ചാൽ നരകത്തിൽ പോകുമെന്ന് അങ്ങേക്കറിയില്ലേ എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്തു. ധർമ്മസങ്കടത്തിലായ രാജാവ് രാമനെ വിളിച്ച് ദീനം വിലപിച്ചുകൊണ്ട് ആ രാത്രി കഴിച്ചുകൂട്ടി. ഇവിടെ അഭിഷേകത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ അയോധ്യാവാസികൾ തങ്ങളുടെ കണ്ണിലുണ്ണിയായ രാമകുമാരൻ്റെ പട്ടാഭിഷേകം കാണാൻ രാജധാനിയിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. സൂര്യോദയത്തിന് ശേഷവും രാജാവിനെ കാണായികയാൽ ആശങ്കയോടെ പ്രധാനമന്ത്രി സുമന്ത്രർ അന്തഃപുരത്തിലെത്തി രാജാവിനെ അഭിവാദനം ചെയ്തു. രാജാവ് തീരെ ക്ഷീണിതനും ദുഃഖിതനുമായിരുന്നു. കാരണം ആരാഞ്ഞപ്പോൾ കൈകേയി പറഞ്ഞു, രാമനെ ചിന്തിച്ച് രാജാവ് ഇന്നലെ ഉറങ്ങിയിട്ടില്ല. രാമനെ കൊണ്ടുവരിക. ചില വ്യവസ്ഥകളും ആചാരങ്ങളും അനുസരിച്ചാണല്ലോ ലോകത്തിലെ കാര്യങ്ങളൊക്കെയും നടന്നു വരുന്നത്. അത് തെറ്റുമ്പോഴാണ് അനർത്ഥങ്ങൾ ഉണ്ടാവുന്നതും. രാജാവ് കൽപ്പിക്കാതെ മന്ത്രിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പറഞ്ഞത് റാണിയാണ്. അതുകൊണ്ട് സുമന്ത്രർ ആദരവോടെ പറഞ്ഞു, മഹാരാജാവ് പറയാതെ ഞാൻ എങ്ങനെയാണ് രാമനെ കൂട്ടിക്കൊണ്ടുവരിക? ഉടനെ ദീനതയോടെ രാജാവ് പറഞ്ഞു, രാമനെ വേഗം കൂട്ടിക്കൊണ്ടുവരൂ. സുമന്ത്രർ അതിവേഗം രാമനെയും കൂട്ടി രാജാവിൻ്റെ മുന്നിലെത്തി. രാമൻ അച്ഛൻ്റെ മുന്നിൽ നമസ്കാരം ചെയ്ത് മകനെ ആലിംഗനം ചെയ്യാനായി കൈകൾ നീട്ടുമ്പോഴേക്കും അദ്ദേഹം വീണ്ടും നിലംപതിച്ചു. രാമൻ അച്ഛനെ താങ്ങി തൻ്റെ മടിയിൽ കിടത്തി. കണ്ടുനിന്ന അന്തഃപുരവാസികളെല്ലാം ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. നിലവിളി കേട്ട് വസിഷ്ഠ മഹർഷിയും എത്തി. രാമൻ അച്ഛൻ്റെ ദുഃഖകാരണം ആരാഞ്ഞു. നീ തന്നെയാണ് അച്ഛൻ്റെ ദുഃഖകാരണമെന്ന് പറഞ്ഞുകൊണ്ട് കൈകേയി അമ്മ രാമനോട് വരങ്ങളെപ്പറ്റി പറഞ്ഞു. പുത്രൻ്റെ കടമയെയും രാമനെ ഓർമ്മിപ്പിച്ചു. താൻ രാജ്യപദവി ഉപേക്ഷിച്ച് വനവാസം അനുഷ്ഠിക്കണമെന്നത് കേട്ടപ്പോൾ രാമൻ ഒട്ടും കുലുങ്ങിയില്ല. സന്തോഷത്തോടു കൂടി പറഞ്ഞു, അയ്യോ അമ്മേ, ഇത്രയേ ഉള്ളോ? അച്ഛനു വേണ്ടി ജീവൻ ത്യജിക്കാനും ഞാൻ തയ്യാറാണ്. രാജ്യഭരണം എത്ര കഠിനമാണ്. അമ്മയ്ക്ക് എന്നോട് സ്നേഹം കൂടുതലുള്ളതുകൊണ്ടാണ് വനവാസത്തിന് നിയോഗിച്ചത്. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ വനത്തിലേക്ക് പോയിക്കൊള്ളാം. ഇത് സത്യം. ഇവിടെയാണ് ത്യാഗത്തിൻ്റെ ഉജ്ജ്വല പ്രതീകമായി ശ്രീരാമനും വിളങ്ങുന്നത്. തൻ്റെ പിതാവും മാതാവും ലക്ഷ്മണനും എല്ലാവരും അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. ദീനം കരയുന്ന അച്ഛനെ രാമൻ സമാശ്വസിപ്പിച്ചു. ഞാൻ സീതയെ അനുനയിപ്പിച്ച് അമ്മയുടെ അനുഗ്രഹവും വാങ്ങി അങ്ങയെ കണ്ട് നമസ്കരിച്ച് വനത്തിലേക്ക് പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് അമ്മയുടെ അന്തഃപുരത്തിലേക്ക് പോയി. കൗസല്യ ഇപ്പോഴും പ്രാർത്ഥനയിലാണ്. മകൻ വന്നത് കണ്ടില്ല. സുമിത്ര രാമൻ്റെ ആഗമനത്തെപ്പറ്റി കൗസല്യയോട് പറഞ്ഞു. നമസ്കരിച്ചു കൊണ്ട് നിൽക്കുന്ന തൻ്റെ മകൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് ചോദിക്കുന്നു, മകനെ, നിനക്ക് വിശക്കുന്നോ? വരൂ, നിനക്ക് ഞാൻ കഴിക്കാൻ തരാം.
മക്കൾ എത്ര വലുതായാലും അവരെ ഓർത്ത് മാതൃഹൃദയം വിങ്ങും. ഇപ്പോൾ ഭുജിക്കാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമരണ്യവാസത്തിനു പോകണം. ഇത് കേൾക്കുമ്പോൾ ആരുടെയും ഹൃദയം വിങ്ങിപ്പൊട്ടും. അതെ, അമ്മേ, എനിക്കിപ്പോൾ കഴിക്കാൻ സമയമില്ല, ഉടനെ വനവാസത്തിന് പോകണം, 14 വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ മടങ്ങി വരാം. ഇത് കേട്ട് അമ്മ ബോധം കെട്ടു വീണു. ബോധം തെളിഞ്ഞപ്പോൾ പറയുകയാണ്, നീ ഇല്ലാതെ അരനിമിഷം പോലും എനിക്ക് ജീവിക്കാനാവില്ല. എന്നെ കൂടി വനത്തിലേക്ക് കൊണ്ടുപോകൂ, അല്ലെങ്കിൽ ഞാൻ ദേഹത്യാഗം ചെയ്യും. രാമ, നിനക്ക് അച്ഛൻ എത്ര ബഹുമാന്യനാണോ അതിനേക്കാൾ ഞാനും ബഹുമാന്യയാണ് നിനക്ക്. അച്ഛൻ വനത്തിലേക്ക് പോകാൻ കൽപ്പിച്ചെങ്കിൽ ഞാൻ പറയുന്നു, പോകണ്ട. എൻ്റെ വാക്കിനെ അവഗണിക്കുന്നെങ്കിൽ ഞാൻ ദേഹത്യാഗം ചെയ്യും. ഇത് കേട്ടുകൊണ്ട് നിന്ന ലക്ഷ്മണൻ 3 ലോകങ്ങളും ദഹിപ്പിക്കുന്ന തരത്തിലുള്ള ക്രോധം കൊണ്ട് ജ്യേഷ്ഠനോട് പറഞ്ഞു, ബുദ്ധിസ്ഥിരതയില്ലാത്ത, കൈകേയിക്ക് വശംവദനായ വൃദ്ധരാജാവിനെ പിടിച്ചു കെട്ടി അങ്ങയുടെ രാജ്യാഭിഷേകം ഞാൻ നടത്തും. എതിർക്കാൻ വരുന്നവരെയൊക്കെ ഞാൻ വധിക്കും. ഇങ്ങനെ പറഞ്ഞ അനുജനെ ആലിംഗനം ചെയ്ത് അനുനയിപ്പിച്ചുകൊണ്ട് ആനന്ദസ്വരൂപനും ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്നവനുമായും പരമാത്മാവായ രാമദേവൻ അനുജന് തത്വോപദേശം ചെയ്യുന്നു. ത്യാഗോജ്വലവും വികാരഭരിതവും സ്നേഹോക്ഷ്മളവുമായ ഇന്നത്തെ പാരായണ ഭാഗത്തിലെ സംക്ഷിപ്തം ഇതുകൊണ്ട് സമ്പൂർണമാക്കുന്നു. ഹരേ രാമ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ജയ ഗുരു.